ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങളിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കും. നമ്മളെ കുടുംബത്തിൽ നിന്നും ചോദിക്കും, സുഹൃത്തുക്കൾ ചോദിക്കും, വീഡിയോസ് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കും. അതിനൊക്കെ താല്പര്യമൊക്കെ ഉണ്ട്, അതിനൊരു സമയം ഒഴിവില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു 4 വർഷം മുമ്പ് എന്നോട് പറഞ്ഞ്, 4 വർഷം മുമ്പ് AI അത്ര സംഭവമായിട്ട് വന്നിട്ടില്ല. അപ്പം ഇനി വരാൻ പോകുന്നത് AI സംവിധാനമാണ്. അപ്പോൾ AI പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതിനേക്കാളും അപ്പുറമാണ് ഇതിൻ്റെ വളർച്ച. അത് ഭയങ്കര അത്ഭുതമാണെന്നൊക്കെ പറഞ്ഞു. അപ്പം AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരുപാട് വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. കുറേ ആൾക്കാരെ ജോലി പോവും. എല്ലാ മേഖലയിലും AI നല്ല രീതിയിൽ എന്താ പറയുക വരും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനെ നിഷേധിച്ചു. അങ്ങനെ പെട്ടെന്നൊന്നും AI സംവിധാനം അതും എത്രത്തോളം കൃത്യനിഷ്ഠമായിട്ട് ചെയ്യാൻ പറ്റും, കേരളം പോലത്തെ സ്ഥലത്തൊക്കെ ഏത് മേഖലയിലാണെന്നതിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടായിരിക്കും ഞാൻ അവരോട് കുറേ സംസാരിച്ചത്. ഒന്നും അത്ര പെട്ടെന്ന് വരില്ല എന്നുള്ളത് നിഷേധാത്മക എന്താ പറയുക മനോഭാവത്തോടു കൂടി ഞാനത് തള്ളിക്കാണും. അപ്പോൾ ഇപ്പം ഞാൻ ചിന്തിക്കണം എന്താ അറിയോ, ആ AI സംവിധാനം ആ ഒരു 4 വർഷത്തിന് ശേഷം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ കേസ് വേഗം വരിക. നമ്മൾ എന്താണ് ആ അത്ഭുതം, എന്താണ് ആ കൗതുകം, എനിക്ക് തോന്നിയ കൗതുകം എല്ലാവരും കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കൗതുകം. അപ്പൊ ആ കൗതുകം എന്താണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അയ്യോ, ഇതെന്താ ഒരു കാറ്? ഇതൊരു കാർ, ഇന്നോവ ക്രിസ്റ്റയാണ്. ഈ കാറിലാണ് നമ്മൾ അത്ഭുതം ഇരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ദുബായിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ കാണുന്ന പോലെ ഒരു പ്രത്യേക സംഭവം കേരളത്തിൽ വരാൻ പോവാണ്. അതിന്റെ തുടക്കമാണ് ഡ്രൈവർലെസ് വെഹിക്കിൾ. അതായത് ഡ്രൈവർ ഇല്ലാതെ കേരളത്തിന്റെ നിരത്തിലൂടെ ഓടാൻ പോകുന്ന ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു AI സംവിധാനത്തോടു കൂടി നടക്കുന്ന ഒരു കാറാണ്. ഇനി മുതൽ ഡ്രൈവർ ഇല്ലാത്ത കാറും കൊച്ചിയിലൂടെ ഓടും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കാര്യങ്ങൾ, ടെക്നിക്കലി കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ആൻറ്റിനകളുണ്ട്, GPS സംവിധാനമുണ്ട്, ക്യാമറ ഉണ്ട്, സെൻസർ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് സംഗതി വെച്ചിട്ട് ഇത് ഇവരിങ്ങനെ ഓട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാനിങ്ങനെ കണ്ട് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഏതായാലും കേരളത്തിൻ്റെ നിരത്തിലൂടെ വൈകാതെ ഇത് ഓടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇൻഫോ പാർക്കാണ് ഇതിൻ്റെ പിന്നിൽ, കൊച്ചിയിലെ ഇൻഫോ പാർക്കാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇത് ഇൻഫോ പാർക്കിൻ്റെ 2 ടവറാണ്. ലുലുവിൻ്റെ സൈബർ ടവറാണ്. വരും പ്രതീക്ഷകളാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ കാത്തിരിക്കുകയാണ്. വൈകാതെ ഉദ്ഘാടനം ചെയ്യുമെന്നുള്ളതാണ് തോന്നുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൗതുകം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ചാൽ മതി, ഷെയർ ചെയ്യേണ്ട. ഓക്കെ.